ഹലോ, ഗുഡ് ഈവനിംഗ് ട്രിവാൻഡ്രം. വെൽക്കം ബാക്ക് ടു മീഡിയ അവാർഡ്സ് 2025. അടുത്തതായി ഈ വർഷത്തെ ഏറ്റവും മികച്ച ചാനലിനുള്ള പുരസ്കാര പ്രഖ്യാപനമാണ്. ഇന്നും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ സത്യസന്ധമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കുന്ന, ഒപ്പം നിലവാരമുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഇന്ദ്ര ടിവി. ഇന്ദ്ര ടിവിയുടെ MDയും ഞങ്ങൾ സ്ത്രീകൾക്ക് ആവേശവും അഭിമാനവും പ്രചോദനവുമായ പൂർണിമ ദേവൻ. We heartily welcome Purnima Devan. എന്തിനാ അമ്മ എന്നെ തനിച്ചാക്കി പോയത്? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില് അമ്മ പഴി കേട്ടതുപോലെ ഞാനും ഇപ്പൊ ചെയ്യാത്ത തെറ്റിന്റെ പേരില് കുറ്റക്കാരിയാവുക. അതൊക്കെ ഞാൻ സഹിക്കാം. പക്ഷെ അമ്മയെ മോശക്കാരിയാക്കുന്നത് കണ്ടും കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റെ അമ്മ നല്ലതാ, ഏറ്റവും നല്ലത്. എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നതെല്ലാം കണ്ട് മൂകസാക്ഷിയായിട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ. ആദ്യമേ വസുമതിയെ നിലക്ക് നിർത്തണമായിരുന്നു. അവിടെയാ നിനക്ക് പിഴച്ചത്. എന്റെ ദുർഗയ്ക്ക് വേണ്ടിയാണ് രണ്ടാമതൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായത്. ഒരമ്മയുടെ സ്നേഹവും കരുതലും എന്റെ മോൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് അവളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയല്ലോ. നിന്റെ നിസ്സഹായാവസ്ഥ അറിയാനും നിന്നെ മനസ്സിലാക്കാനും കഴിവുള്ള ആള് തന്നെയാ നിന്റെ മകൾ. ഈശ്വരൻ നമുക്ക് തന്ന പുണ്യം. അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കും മോനെ. മോളെ, മോൾക്ക് അമ്മയുടെ പിണക്കാണോ? ഇനി വന്നേ. പിണങ്ങല്ലേടാ, അമ്മയ്ക്ക് മോള് മാത്രല്ലേ ഉള്ളൂ. ദേ നോക്കി, മോള് പിണങ്ങിയാലേ അമ്മയ്ക്ക് വിഷമാവും. എനിക്കറിയാം, അച്ഛന്റെ അടുത്തോട്ട് പോവാൻ പറ്റാത്തതല്ലേ മോളുടെ സങ്കടം. പക്ഷെ എന്റെ മോള് ഒന്നോർത്ത് നോക്കിക്കേ, ആ തിരക്കിൽ മോൾ ഒറ്റയ്ക്ക് പോയപ്പോ ആരെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിലേ അമ്മ എന്ത് ചെയ്തേനെ? എന്റെ മോക്ക് അമ്മയും അച്ഛനും എല്ലാം ഞാനാ, അല്ലേ? എനിക്കറിയാം, എന്റെ മോള് അമ്മയെ വിഷമിപ്പിക്കില്ല. ആഹാ, അമ്മയും മോളും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ? നമുക്ക് വീട്ടിൽ പോണ്ടേ? നമുക്ക് പോവാം. സൗദാമിനിയമ്മയും കുടുംബം എത്തിയല്ലോ. ആരാ അത്? പണ്ട് ഈ ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു, പിന്നെ അത് ദേശക്കാർക്ക് നൽകിയത്. എങ്കിലും ഇവിടുത്തെ പല ചടങ്ങുകൾക്കും അവരുടെ കുടുംബക്കാരെ തന്നെ ഉണ്ടാവണം. വാ നമുക്ക് പോവാം. നമസ്കാരം. നമസ്കാരം. നിങ്ങളൊക്കെ നേരത്തെ എത്തേണ്ടവരല്ലേ, എന്താ താമസിച്ചത്? ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കി നടത്താൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെ കണ്ടില്ല എന്ന് മനസ്സിൽ കരുതേ ഉള്ളൂ. ദേവി അസുരന്മാരെ നിഗ്രഹിച്ച് ഘോഷയാത്രയോടെ ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോ പായസ നിവേദ്യം സമർപ്പിക്കണ ചടങ്ങിന് ആദ്യം തിരികൊളുത്താൻ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കല്ലേ അവകാശം. അതിനൊന്നും ഒരു മുടക്കം ഉണ്ടാവില്ല തിരുമേനി. ചടങ്ങുകളെല്ലാം ദുർഗമോള് ഭംഗിയായി ചെയ്തോളും. എന്നാ പിന്നെ
ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടത്തിക്കോളൂ. ഓ എന്നാ നിങ്ങൾ അകത്തേക്ക് കയറിക്കോളൂ. ദേ കിരൺ ചേട്ടൻ വന്നല്ലോ. പായസത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണ്ടേ? ഞാൻ വേണമെങ്കിൽ കല്ലക്കെടുത്ത് വെച്ച് സഹായിക്കാം. നിന്റെ സഹായം ഒന്നും ഇവിടെ ആർക്കും വേണ്ട കിരണേ. അതെ, എന്തിനാ നീ ഇങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ വരും പോലെ വലിഞ്ഞു കയറി വരുന്നത്? കിരൺ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അതുകൊണ്ട് വീട്ടിലെ അങ്ങാകണമെന്നുണ്ടാവും. മോളില് വെറുതെ കിടക്കുന്ന മുറി അമ്മ വാടകയ്ക്ക് കൊടുത്തതിന്റെ പേരില് ഇവനെ ഒന്നും അങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല. അത് നാത്തോൻ പറഞ്ഞ ശരിയാ. അച്ഛനാരാന്നറിയാതെ വളർന്നവനാ. ഇപ്പോഴാണെങ്കി അമ്മയും ഇല്ല. അതിന്റെയൊക്കെ കുഴപ്പം ഒരുപാടുണ്ട് ഇവന്. നിങ്ങളൊക്കെ എന്തിനായി മനുഷ്യരെ കാണാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ മിണ്ടാതിരിക്കാബി. അതെ, അവൻ ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ പറയാൻ വന്നിരിക്കുന്നു. നീ നിന്റെ പാട് നോക്കി പോടാ ചേർക്കാം. ഞങ്ങളുടെ കൂടെ അകത്തേക്കൊന്നും വരണ്ട. വാ വാ എല്ലാരും വാ. ദുർഗെ, നീ അവിടെ എന്ത് നോക്കി നിൽക്കുവാ? ഇങ്ങോട്ട് വന്നേ.